മഹാവൃത്തിയിട്ടവനായിരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു നടനെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കൂടുതലും എനിക്ക് ക്യാരക്ടർ റോൾസിനോടാണ്. ചിരിപ്പിക്കുക, ഞാൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, സ്റ്റേജിലും സ്ക്രീനിലും ഒക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്, എപ്പോഴെങ്കിലും ചെയ്യാം. അല്ലാതെ എന്തെങ്കിലും തെളിയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ബാബുരാജ് എന്ന് പറയുന്ന ആൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണ്. എൻ്റെ ഈ സ്ഥലത്ത് തന്നെയുള്ള ആളാണ്, ഈ ഇടവകക്കാരനാണ്, ഈ നാട്ടുകാരനാണ്, എല്ലാം എൻ്റെ സീനിയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം തമാശക്കാരാണ്. അപ്പോൾ ആഷിഖ് അബു ഞങ്ങളൊക്കെ ബാച്ച്, എൻ്റെ ജൂനിയറാണ് ആഷിഖ് അബു ഒക്കെ പറഞ്ഞത് ഇവർക്കൊക്കെ കഴിവുണ്ട്, പക്ഷേ അവരൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ചപ്പോൾ ജനങ്ങളെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉണ്ടാ കപ്പാസിറ്റി. അതുപോലുള്ള ഒരുപാട് നടന്മാരുണ്ട് നമ്മുടെ ഇതിൽ, പക്ഷേ ഒന്ന് ടൈപ്പായി പോകും. ഇപ്പോൾ പ്രാഞ്ചിയേട്ടിൽ ഞാൻ ഡ്രൈവറായി വന്നപ്പോൾ വീണ്ടും ഉടനെ തന്നെ എനിക്കൊരു തൃശ്ശൂർക്കാരൻ ഡ്രൈവർ വന്നു. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടൊന്നും പറയുന്നില്ല, ഭാഗ്യം കൊണ്ട് അത് മാറിപ്പോയി. അപ്പോൾ ഒരു നല്ലൊരു നടൻ്റെ ഡ്രൈവറായിട്ട് തന്നെ ഇതുപോലെ തന്നെ. അപ്പോൾ അത് ടൈപ്പായി പോകും. പിന്നെ എനിക്ക് കേണൽ പദവി ലാലേട്ടന് കിട്ടിയതുപോലെ ഒരു ഡ്രൈവർ പദവി കിട്ടും. അപ്പോൾ അത് ഞാൻ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് മാറിയത് കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തു, ചെറിയ ചെറിയ വേഷങ്ങൾ വരുമ്പോൾ ചെയ്യാതെ. രഞ്ജിത്ത് സാറിൻ്റെ ഒരു ശിക്ഷണവും ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പി എനിക്ക് കിട്ടിയത്. അല്ല അതിനിടയ്ക്ക് ഒരു 3-4 ചിത്രങ്ങൾ ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ റുപ്പിയിൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെ CHI വന്നതിന് ശേഷം പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമായി. അതിലൊരു സീരിയസ് ക്യാരക്ടർ, അല്ലെങ്കിൽ എനിക്ക് കോൾ വന്നത് അതിൽ രാജുവിൻ്റെ ക്യാരക്ടറായ JP എന്ന ക്യാരക്ടറിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ ഏത് അലാക്കിലേക്ക് പോയാലും ഞാനും ഉണ്ടോ കൂടെ എന്ന് പറയുന്നത്. അത് മല്ലിക ചേച്ചി, രാജുവിൻ്റെ അമ്മ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണൊക്കെ നിറഞ്ഞു ആ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ. അപ്പോൾ ചിരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ തന്നെ എനിക്ക് കോളുകൾ വന്നത് ആ ഒരൊറ്റ ഡയലോഗ് പ്രസൻറ്റ് ചെയ്തതിലാണ്. പിന്നെ തിലകൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ തിലകൻ ചേട്ടൻ തന്നെ ഏറ്റവും വലിയ ക്ലാസ്സാണ്. അപ്പോൾ ചിരിപ്പിക്കുക എന്നത് മാത്രമല്ല, എല്ലാ ടൈപ്പ് റോളുകളും ചിരിപ്പിക്കാൻ എനിക്ക് സാധിക്കും, അത് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. വെറുതെ എന്തെങ്കിലും സ്പീഡായിട്ടുള്ളൊരു കൗണ്ടർ പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളതല്ല, ആ ക്യാരക്ടറിന്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ തന്നെ പാട്ടുകാരായിട്ടുള്ള ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഉണ്ടല്ലോ ഡോക്ടർ KJ യേശുദാസ്. അത് ഈ പറയുന്ന ലാഘവത്തോടെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതിനൊരു ഉണ്ടല്ലോ ഡോക്ടർ KJ യേശുദാസ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് എൻ്റെ ഭാഗ്യം അത് കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിന് ശേഷം വേറൊരു ഡയറക്ടറെ അടുത്ത് ചെന്നപ്പോൾ കുറച്ചും കൂടി ഓവറാക്കട്ടെ, ഇനി ഓവറാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിൽ അനുവദിക്കണില്ല, എനിക്ക് പറ്റുമത് ഓവറാക്കാനായിട്ട്. പക്ഷെ അത് വൾഗറായിരിക്കില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓവറാക്കി. പക്ഷേ രഞ്ജിത്ത് സാറിന് അങ്ങനെയല്ലോ, ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ പറയുന്നു. സ്ട്രെങ്ത്ത് എൻ്റെ മിമിക്രി തന്നെയാണ്. ഫ്ലെക്സിബിൾ ആവാൻ സാധിച്ചു, ഒരു കളിമണ്ണ് പോലെ ആവാൻ സാധിച്ചത്. എല്ലാവർക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും, അതായിരിക്കും അവരുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. മഹാരാജാസ് കോളേജിലായിരുന്നപ്പോൾ ചൊല്ലിയാട്ടം എന്ന് പറയുന്ന കവിത ചൊല്ലിയിട്ട് ആടുന്നൊരു പരിപാടിയുണ്ട് അതിൽ. പിന്നെ ഡാൻസിൻ്റെ ബേസിക്സ് ഉണ്ട് അതിൽ, താളം, ഇതൊക്കെ. പിന്നെ മാർഷ്യൽ ആർട്സ് ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഇൻസ്ട്രുമെൻസിനെ കുറിച്ചറിയാം. അപ്പോൾ അതെല്ലാം അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഒന്നിലൊന്നും ആവാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ്. പക്ഷേ അതെല്ലാം ഗുണം ചെയ്ത് ഇപ്പോൾ നടനായി മാറിയപ്പോഴാണ്. ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു മാർഷ്യൽ ആർട്സിൽ പോയി കഴിഞ്ഞിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, സ്പോർട്സിൽ പോയപ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അതൊക്കെ ഒരു നടൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു നടനുള്ള ഈ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ തമിഴിലേക്ക് ഒരു നടൻ വരുന്നതിന് മുമ്പ് 6 മാസം ട്രെയിനിങ് അല്ലെങ്കിൽ 1 വർഷം ട്രെയിനിങ് ഒക്കെ ഉണ്ട്, ഹോളിവുഡിലും ബോളിവുഡിലും എല്ലായിടത്തും. ഇതെനിക്ക് ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡ്രൈവറായിട്ട് വന്നപ്പോൾ ഡ്രൈവറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് നടക്കുമ്പോൾ അതുപോലുള്ള ബിസിനസ്സുകളായിട്ട് നടന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ബാർ എന്ന് പറഞ്ഞു, ഇതുപോലെ നിന്നിട്ടുണ്ട് ഞാൻ. ബാറിലല്ല, സപ്ലൈ ചെയ്യാൻ ഇതിന് കാര്യത്തിൽ നിന്നിട്ടുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലു ലക്സ് പറഞ്ഞു, മധ്യവയസ്സാകുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു നടനായി മാറുന്നത്. തിലകൻ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ് അഭിനയത്തിന് ഗുണം ചെയ്യുന്നത്. അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ പ്രായം കുറച്ചാവണം. കുട്ടിക്കാലത്ത് ഒരു 10-22 വയസ്സായ പയ്യൻ്റെ അടുത്ത് അമരത്തിൽ മമ്മൂട്ടി കടപ്പുറത്തോടെ ബീഡി വലിച്ച് നടക്കുന്ന പോലെ നടക്കാൻ പറഞ്ഞാൽ, ഇന്ന് ഞാനൊരു കുറ്റം പറയല്ല, പുതിയതായിട്ടൊന്നും യൂത്തിൻ്റെ തലമുറയിൽപ്പെട്ട ആർക്കും സാധിക്കില്ല. പങ്കായം എടുത്തിട്ട് നടക്കാൻ പറഞ്ഞാൽ എങ്ങനെ പങ്കായം, വാട്ട് ഈസ് പങ്കായം എന്ന് ചോദിക്കും. അപ്പോൾ അത് അനുഭവങ്ങളില്ല, കേരളത്തിൻ്റെ പൈതൃകം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ആ യൂത്തിൻ്റെ ഇത് പടങ്ങൾ ചെയ്യാമെന്നല്ലാതെ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഈ ലാലേട്ടനും മമ്മൂക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി, ബാക്കി ആരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ദിലീപേട്ടൻ ഉൾപ്പെടെയുള്ളവർ എനിക്കറിയാം ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഭവങ്ങൾ നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ ഒരു ആക്ടറിന് വേണ്ടത് അനുഭവം തന്നെയാണ്. അനുഭവിച്ചാൽ അഭിനയിക്കാം.